the journey of faith. Well begun is half done. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത്? നല്ല ആരംഭം മലയാളത്തിൽ പറഞ്ഞത് എനിക്കറിയാൻ പറ്റില്ല. A good beginning, a well done, a well begun, half done. പകുതി ജോലി കഴിഞ്ഞെന്നാണ് ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. നിങ്ങൾ അത് യോജിക്കുന്നു? I don't agree with that. What is important is how you finish it, how you complete it, what you have begun. നന്നായിട്ട് ആരംഭിക്കണം, അത് നല്ല കാര്യം. പക്ഷെ നന്നായിട്ട് ആരംഭിച്ചത് നന്നായിട്ട് അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പറ്റുകയുള്ളൂ. നന്നായിട്ട് ആരംഭിച്ചവര് നന്നായിട്ട് അവസാനിപ്പിക്കാത്ത ഒരുപാട് പേരുടെ കാര്യം ബൈബിള് പറയും. ആ കൂട്ടത്തിലല്ല നമ്മൾ ഏർപ്പെടരുത്. നന്നായിട്ട് ആരംഭിക്കുക, നന്നായിട്ട് ജീവിക്കുക, നന്നായിട്ട് പ്രവർത്തിക്കുക, നന്നായിട്ട് അവസാനിപ്പിക്കുക എന്നാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട ആ അനുഭവം തന്റെ ആത്മീക ജീവിതത്തിന്റെ ആരംഭമാണ്. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെയും പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്റെ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു. അവൻ പുറപ്പെട്ടു. ഈ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ദൈവം അവനോട് പറഞ്ഞത്, and all these blessings are not going to be here in Ur. ഊരിലല്ല ഇതൊക്കെ തരാനായിട്ട് പോകുന്നു, മറ്റൊരു ദേശത്താണ്. അതുകൊണ്ട് അവിടെയൊക്കെ നീ പോകണം എന്ന് പറഞ്ഞു. അബ്രഹാം പെട്ടിയൊക്കെ പൂട്ടി, വീടെല്ലാം അടച്ചു പൂട്ടിയിട്ട് ആരെയോ താക്കോൽ ഏൽപ്പിച്ചിട്ട് അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരാരംഭമാണ്. വിശ്വാസത്തിന്റെ ആദ്യത്തെ കാൽവെപ്പാണ് നമുക്ക് അബ്രഹാമിൽ കൂടെ അവിടെ കാണാനായിട്ട് സാധിക്കും. അബ്രഹാമിന്റെ യാത്ര നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബീച്ചിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അത് 1-2 വാചകം മാത്രം. ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നുപോയി. കുടുംബ പ്രശ്നമുണ്ടായി. മറ്റു പല രാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്യേണ്ട ആവശ്യം വന്നു. പല പല പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടായി. ക്ഷീണിച്ചു പോകാനോ തളർന്നു പോകാനോ വഴിമാറി പോകാനോ ഉള്ള സാധ്യതകളൊക്കെ ഉണ്ടായി. പക്ഷെങ്കിൽ അബ്രഹാം വിശ്വാസത്തിൽ പിടിച്ചു നിന്നു. പ്രതിബന്ധങ്ങളെ വകവെക്കാതെ കണ്ട് ദൈവസന്നിധിയിലെടുത്ത ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് നല്ല ആരംഭത്തെ മുമ്പോട്ട് കൊണ്ടുപോയി ജീവിച്ച് അവസാനിപ്പിച്ചു. അതുകൊണ്ട് അബ്രഹാമിന് വന്നിരിക്കുന്നത്, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്ക്. വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരെ ദൈവം നീതീകരിച്ച് അവരുടെ നീതി കണക്കിടുകയാണ്. വിശ്വാസം പ്രവൃത്തിപഥത്തിൽ വന്നില്ലെങ്കിൽ ആ വിശ്വാസം കൊണ്ട് വലിയ കാര്യമില്ല എന്ന് യാക്കോബ് പറയുന്നുണ്ട്. വിശ്വസിക്കുന്നത് പറയുന്നത് കൊണ്ട് കാര്യമില്ല. വിശ്വാസം വിശ്വസിക്കുന്നു എന്നുള്ള പ്രൂഫ് എന്ന് പറയുന്നത് പ്രവൃത്തിയിലാണ്. പ്രവൃത്തി ചെയ്ത് രക്ഷിക്കപ്പെടുക അല്ല, വിശ്വസിച്ച് രക്ഷിക്കപ്പെടുക തന്നെയാണ്. ആ പ്രവർത്തനം, ആ വിശ്വാസം പ്രവർത്തനത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞു. അബ്രഹാം തന്റെ ജീവിതത്തെ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്തു. അതുകൊണ്ടാണ് ജീവിതത്തിൽ അവസാനം നന്നായിട്ട് വന്നത്. 175-ാമത്തെ വയസ്സിൽ തന്റെ പിണങ്ങിയിരുന്ന 2 മക്കൾ ഇസ്മായേലും ഐസക്കും ഒരുമിച്ച് കടന്നു വന്ന് ആ പിതാവിന്റെ ശരീരം മറവ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ മനോഹരമായിരിക്കുന്ന ഒരു അന്ത്യമാണ് അബ്രഹാമിന് ലഭിച്ചത്. എന്നാൽ അബ്രഹാമിന്റെ കൂടെ പോയ മറ്റൊരാൾ, അദ്ദേഹത്തിന്റെ പേരാണ് ലോത്ത്. ലോത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? അത് നല്ല ബിഗിനിങ് ആയി.
നല്ല നേതൃത്വമുള്ള അബ്രഹാമിനോട് കൂടെ ചേർന്ന് പോയാൽ മതി. അബ്രഹാമിനെ കൂടെ ഒന്ന് പോയാൽ മതി. നല്ല ഒരു ബിഗിനിങ്, നല്ല ഒരു കൂട്ടുണ്ട്, നല്ല ഒരു ലീഡറായി എല്ലാം കഴിഞ്ഞു. അങ്ങോട്ട് പോയ സമയത്ത് നമുക്ക് കാണുന്നത് എന്താ? പട്ടടിച്ചു. മറ്റു പല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പൊന്തി വന്നു. നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിച്ചാൽ ഒന്ന് വായിച്ചത് 13-ാം അധ്യായത്തിന്റെ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യം. അപ്പോൾ ലോത്ത് നോക്കി യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സൊദോമിനെയും ഗൊമോറയെയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവാർ വരെ മിസ്രയീം ദേശം പോലെയും ആയിരുന്നു. ലോത്ത് യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. അവർ തമ്മിൽ പിരിഞ്ഞു. അതോടുകൂടെ ലോത്തിന്റെ അടപ്പതനം ആരംഭിച്ചു. എന്തിനു വേണ്ടിയാണ് അബ്രഹാമിനെ വിട്ട് പോയത്? സോദോമിന്റെ ആ മനോഹാരിത തന്നെ വളരെയധികം ആകർഷിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ആ പട്ടണത്തിൽ താൻ വീട് പണിതു. ബൈബിളിൽ എങ്ങും നമ്മൾ വായിക്കുന്നില്ല അബ്രഹാം വീട് പണിതായി. അബ്രഹാം കൂടാരത്തിൽ വസിച്ചു. ഒടുവിൽ വരെയും ദൈവശില്പിയായി നിർമ്മിച്ച ആ വലിയ ആ പട്ടണത്തിനായിട്ട്, വീടിനല്ല പട്ടണത്തിനായിട്ടാണ് കാത്തിരുന്നത്. എനിക്ക് ഇവിടെ വീട് വേണ്ട, ഭൂമിയിൽ നമുക്ക് താമസിക്കുന്നതിന് വേണ്ടി വീട് വെക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നു. എന്നാൽ ഹൃദയത്തിന്റെ ഫോക്കസ് പോയിന്റ് ലോത്ത് തെറ്റിപ്പോയി. അതുകൊണ്ട് അബ്രഹാമിനെ വിട്ട് പടിപടിയായിട്ട് സ്റ്റെപ്പായിട്ട് ആ സോദോമിന്റെ പടിവാതിൽക്കൽ ചെന്ന് അവിടെ ചെന്ന് വീട് വെച്ച് അവിടുത്തെ നേതാവായിട്ട് അവിടെ അങ്ങോട്ട് വാഴുന്ന ഒരു കാലയളവ്. എല്ലാം ശോഭനം എന്നത് പക്ഷേ ചിന്തിച്ച് കാണാൻ ലോത്ത്. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് അറിയാമല്ലോ. വളരെയധികം ലജ്ജാകരമായ രീതിയിലുള്ള ഒരു ജീവിതമാണ് ലോത്ത് അവസാനിപ്പിച്ചത്. അതിനെക്കുറിച്ച് പത്രോസ് ഒരു നല്ലൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. പത്രോസിന്റെ ലേഖനം 2 പത്രോസ് 2:7. അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. ലോത്തിനെ കുറിച്ച് ഇന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത് എന്താണ്? നീതിമാൻ സ്റ്റാർട്ടഡ് വെൽ, പക്ഷെ ജീവിതത്തിൽ എന്ത് പറ്റി? വലഞ്ഞുപോയി, ആകെ കൺഫ്യൂസ്ഡ് ആയി. പ്രയോറിറ്റീസ് എല്ലാം ആകെ കളഞ്ഞു കുളിച്ചു. എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചു ആ ലക്ഷ്യം മറന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത് തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് പല ആവശ്യമുണ്ട്. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളാൽ വലഞ്ഞ് പല ആവശ്യമുണ്ടോ? അതിന് വലഞ്ഞു പോയ ലോകത്തിനെ വിടുവിച്ചാണ് ദൈവം ക്രമീകരണത്തിന് ദൈവത്തിന്റെ മഹാമനസ്സ്. നമ്മൾ 2 വ്യക്തികൾ ഒരുമിച്ച് ഇറങ്ങിയത്. ഒരാൾ വളരെ മനോഹരമായ രീതിയിൽ ജീവിതം അവസാനിപ്പിച്ചു. ദൈവത്തിന് പറഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന ലോത്ത് വളരെയധികം ലജ്ജാകരമായ രീതിയിൽ എല്ലാം നഷ്ടപ്പെട്ട് ദൈവത്തിന്റെ ആ അനുഗ്രഹങ്ങളെല്ലാം തട്ടിക്കളഞ്ഞിട്ട് ആ ജീവിതം അവസാനിപ്പിച്ചു. മറ്റൊരു വ്യക്തിയാണ് ശലോമോൻ രാജാവ്. ശലോമോൻ രാജാവ് കൊട്ടാരത്തിൽ വളർന്നു വന്ന ഒരു പ്രിൻസായി, രാജകുമാരന് വേണ്ടതെല്ലാം ഉണ്ട്. നല്ല ഫുഡ്, നല്ല പ്രൊവിഷൻസ്, നല്ല രീതിയിൽ കാര്യങ്ങൾ പോകാനുള്ള എല്ലാ കാര്യങ്ങളും. ചെറുപ്പത്തിൽ തന്നെ രാജാവ് 17-18 വയസ്സുള്ളപ്പോൾ തന്നെ ദാവീദ് രാജാവാണ്. സോളമൻ അല്ല വാസ്തവത്തിൽ രാജാവാകേണ്ടത്. ശലോമോന്റെ ചേട്ടന്മാർ പലരും വേറെ ഉണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് ദൈവം ശലോമോനെ തിരഞ്ഞെടുത്തിട്ട് ദാവീദിനോട് പറയുന്നത് അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. അങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ട ആ രാജാവ് 2 ക്രോണിക്കിൾസ് 2 ദിനവൃത്താന്തം 1:7. അന്ന് രാത്രി ദൈവം ശലോമോന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ നിനക്ക് എന്തു തരണം, ചോദിച്ചു കൊള്ളുക എന്നരുളി ചെയ്തു. നല്ല ഒരു അവസരം
ദൈവം ശലോമോന് തുറന്നു കൊടുക്കുകയാണ്. ശലോമോൻ ചെറുപ്പമാണ്. ഈ വലിയ രാജ്യത്തിന്റെ ഭാരം വഹിച്ചെടുക്കുന്നതൊക്കെ ഉള്ള തന്റെ തോളിന് കെട്ടില്ല, പരിജ്ഞാനമില്ല, പരിചയമില്ല. അതുകൊണ്ട് എങ്ങനെ ഇത് സാധിക്കും എന്നുള്ള ചിന്തയിൽ താൻ ഇരിക്കുമ്പോൾ ദൈവം അവന് പ്രത്യക്ഷനായി ചോദിക്കുകയാണ്, ശലോമോനെ, നിനക്ക് എന്ത് വേണം? ഞാൻ നിനക്ക് എന്ത് തരണം എന്ന് ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിനുള്ള മറുപടി എന്താണെന്ന് കാണുന്നത് അടുത്ത വാക്യം. ശലോമോൻ ദൈവത്തോട് പറഞ്ഞത്, എന്റെ അപ്പനായ ദാവീദിനോട് ഈ മഹാദയ കാണിച്ച് അവന് പകരം എന്നെ രാജാവാക്കിയിരിക്കുന്നു. ആകയാൽ യഹോവയായ ദൈവമേ, എന്റെ അപ്പനായ ദാവീദിനോടുള്ള നിന്റെ വാഗ്ദാനം നിവൃത്തിയായി പെരുമാറാകട്ടെ. ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായുള്ള ജനത്തിന് നീ എന്നെ രാജാവാക്കിയിരിക്കുന്നുവല്ലോ. ആകയാൽ ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ. ദൈവത്തിന്റെ ആ ഹൃദയത്തിനെ തണുപ്പിക്കുന്ന കുതകം കൊള്ളിക്കുന്ന ഒരു മറുപടിയാണ് ശലോമോൻ ദൈവത്തോട് പറഞ്ഞത്. എനിക്ക് മറ്റൊന്നുമല്ല എനിക്ക് വേണ്ടത്. എനിക്ക് നീ എന്റെ കയ്യിൽ തന്നിരിക്കുന്ന ഈ ജനത്തെ പരിപാലിക്കുന്നതിന് വേണ്ടിയുള്ള പരിജ്ഞാനം എനിക്ക് വേണം. എനിക്ക് അതിനുവേണ്ടിയുള്ള ആലോചന നീ പറഞ്ഞു തരണം. ഇങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ മറുപടിയാണ് 11-ാമത്തെ വാക്യത്തിൽ, ജ്ഞാനവും വിവേകവും നിനക്ക് നൽകിയിരിക്കുന്നു. അതല്ലാതെ നിനക്ക് മുമ്പുള്ള രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തതും നിന്റെ ശേഷം ആർക്കും ലഭിക്കാത്തതുമായ ധനവും സമ്പത്തും മാനവും ഞാൻ നിനക്ക് തരും എന്ന് അരുളി ചെയ്തു. ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു. ധനം, മാനം, മഹത്വം ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു. അതൊന്നും ശലോമോൻ ചോദിച്ചില്ല. ദൈവത്തോട് ചോദിച്ചത് ഈ ജനത്തെ ഭരിക്കുന്നതിന് വേണ്ടിയുള്ള ജ്ഞാനമാണ് ചോദിച്ചത്. ദൈവത്തിന്റെ ഹൃദയം വളരെ സന്തോഷം. എത്ര നല്ല ഒരു രാജാവാണ് ഇനിയും ഈ ഇസ്രായേലിൽ വാഴുവാനായിട്ട് പോകുന്നത് എന്ന് ദൈവം ചിന്തിച്ചു. പക്ഷേ ശലോമോൻ ജീവിതം എങ്ങനെയായിരുന്നു? അവസാനിക്കാറായപ്പോൾ ഇന്ന് സംഭവിച്ചു. 1 രാജാക്കന്മാർ 11-ാം അധ്യായത്തിൽ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. 1 രാജാക്കന്മാർ 11-ാം അധ്യായത്തിലെ 4 മുതൽ 8 വരെയുള്ള വാക്യം. ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. അവന്റെ ഹൃദയം അവന്റെ അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ യഹോവയ്ക്ക് ഏകാഗ്രമായിരുന്നില്ല. ശലോമോൻ സീദോന്യ ദേവിയായ അസ്തരോത്തിനെയും അമ്മോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോമിനെയും ചെന്ന് സേവിച്ചു. തന്റെ അപ്പനായ ദാവീദിനെ പോലെ യഹോവയെ പൂർണ്ണമായി അനുസരിക്കാതെ ശലോമോൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അന്ന് ശലോമോൻ യെരൂശലേമിന്റെ ദൈവങ്ങളുടെ മലയിൽ മോവാബ്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ കെമോശിലും അമ്മോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മോലേക്കിലും ഓരോ പൂജാഗിരി പണിതു. തങ്ങളുടെ ദേവന്മാർക്ക് ധൂപം കാട്ടിയും ബലി കഴിച്ചും പോന്ന അന്യജാതിക്കാരികളായ സകല ഭാര്യമാർക്കും വേണ്ടി അവൻ അങ്ങനെ ചെയ്തു. വളരെ മനോഹരമായിട്ട് ആരംഭിച്ച ദൈവത്തിന്റെ അപ്രിസിയേഷൻ പിടിച്ചു വെക്കിയ ഈ ഒരു നല്ല രാജാവ്, എല്ലാം ലഭിച്ചവൻ, ചോദിച്ചതും ചോദിക്കാത്തതും ലഭിച്ച് നല്ല ആരംഭം കുറിച്ച ആ ശലോമോൻ രാജാവിന്റെ അന്ത്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. ഇതൊക്കെ ധാരാളമായിട്ട് ദൈവത്തെ താൻ മറന്നു. He was influenced by flesh. ജഡത്തിന്റെ അഭിലാഷം നിവർത്തിക്കുന്നതിന് വേണ്ടി അവൻ ചുറ്റുപാടുമുള്ള രാജകുടുംബത്തിലുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കാനായിട്ട് തുടങ്ങി. അവന്റെ ആ പ്രൈഡ് കാണിക്കുന്നതിന് വേണ്ടി ഭയങ്കരമായിട്ടുള്ള പ്രവർത്തനങ്ങള് ആ കൊട്ടാരത്തിലും ആ രംഗത്തും നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒടുവിലായിട്ട് നമ്മൾ കാണുന്നത് ആ ഏറ്റവും പരിതാപകരമായിരിക്കുന്ന കാര്യം 8-ാമത്തെ വാക്യത്തില്, തങ്ങളുടെ ദേവന്മാർക്ക് രൂപം കാട്ടി. ആരാ? ഈ ശലോമോൻ. വെടി കഴിച്ചും പോകുന്ന അന്യജാതിക്കാരുടെ സകല ഭാര്യമാർക്കും വേണ്ടി അവൻ അങ്ങനെ തന്നെ അവന്റെ ജീവിതം ആകെപ്പാടെ താറുമാറായി. നല്ല രീതിയിൽ ആരംഭിച്ചു. പക്ഷെങ്കിൽ അവസാനിച്ചത് ശോക പര്യവസാനിയായിട്ട് കഷ്ടം തോന്നും. ദൈവസന്നിധിയിൽ ഒരു തരത്തിലുള്ള അഭിമാനത്തിനും വകയില്ലാതെ വന്നു. ഇങ്ങനെ പലര് ദൈവസന്നിധിയില് ഈ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വിജയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 2 വ്യക്തികളെ കാണാൻ പറ്റും. അലക്സാണ്ടറും കുർന്നേലിയോസും പൗലോസിന്റെ കൂട്ടുകാരെ, ഒരുമിച്ച് പ്രവർത്തിച്ചവര്, സഭയിൽ നല്ല ഉത്തരവാദിത്തമൊക്കെ ഉണ്ടായിരുന്നവരായിരിക്കാം.
പക്ഷെങ്കിൽ നമ്മൾ കാണുന്നത് എന്താണ്? തിമോത്തിയോസിന്റെ ലേഖനത്തിൽ 1 തിമോത്തിയോസ് 1:19 നമ്മൾ വായിക്കുന്നത്. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു. വിശ്വാസം തള്ളിപ്പറഞ്ഞു. They've gone into a shipwreck of their faith. അവരുടെ വിശ്വാസത്തിന്റെ ഒരു നാശമാണ് സംഭവിച്ചത്. വിശ്വാസ ജീവിതത്തിൽ, വിശ്വാസ നൗകയിൽ നമ്മൾ യാത്ര പോകുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. പക്ഷെങ്കിൽ വഴിമധ്യേ തകർക്കപ്പെട്ട അനുഭവം. ദേമാസ് എന്ന് പറഞ്ഞ മറ്റൊരു പേര് പൗലോസ് ലേഖനം തന്റെ 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൽ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 10-ാമത്തെ വാക്യം 2 തിമോത്തി 4:10. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ലോകത്തെ സ്നേഹിച്ചു. ശലോമോന്റെ പ്രശ്നം ലോകവും ജഡവുമായി. ഇവിടെ നമ്മൾ കാണുന്ന ദേവാസ് ലോകത്തെ സ്നേഹിച്ച് പൗലോസിന്റെ കൂടെ പോകുന്നതിനേക്കാളും നല്ലത്. പൗലോസിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ കഷ്ടപ്പാടുണ്ട്, കണ്ണുനീരുണ്ട്. ഇതിനേക്കാൾ വിലയുള്ളതായിട്ട് നാം കണ്ടത് ലോകത്തിന്റെ ഇമ്പങ്ങളാണ്. അതിനെ കണ്ടിട്ട് പൗലോസിനെ വിട്ടുപോയ ദേമാസിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നല്ല രീതിയിൽ വിശ്വാസത്തിൽ പിടിച്ചു നിന്ന വ്യക്തികളും ഉണ്ട് ഇതിനകത്ത്. യോബ് വിശ്വാസത്തിൽ പരിശോധനയുടെ അറ്റം കണ്ടവനാണ്. വിട്ടുപോയില്ല. അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. യോബിന്റെ ലൈഫ് പ്രിൻസിപ്പിൾ അതായിരുന്നു. Let come what may, I will hold on to the faith that you have given to me, Lord. എന്നാണ് പറഞ്ഞത്. ഭാര്യ പറഞ്ഞു, തള്ളി പറഞ്ഞ് വേറെ പണി നോക്കാം. നീ ഒരു പൊട്ടി സംസാരിക്കുന്നവരോട് സംസാരിക്കുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ? അവരെ ശാസിച്ചു. എപ്പോഴാ ഈ ചുരട്ടിയിരുന്ന് ദേഹം ആകെപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്ത് വന്നു കഴിഞ്ഞാലും വിട്ടുമാറാത്ത ദൈവസ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ഒരിക്കലും വിട്ടുമാറുന്നു. കാരണം നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം പലപ്പോഴും തണുത്തു പോകാറുണ്ട്. ശരിയല്ലേ പറയുന്നത്? വെളിപ്പാട് പുസ്തകത്തില് ദൈവം 2-ാമത്തെ അധ്യായത്തിൽ എഫെസോസ് ചർച്ചിനോട് ഉള്ള ഒരു കംപ്ലൈന്റ് എന്താണ്? നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുക. ഒരുപാട് പ്രവൃത്തികൾ ചെയ്യുന്നു, അതൊക്കെ ഞാൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെങ്കിൽ ആദ്യം നിനക്ക് എന്നോടുള്ള സ്നേഹം, ദൈവത്തിന് അവരോടുള്ള സ്നേഹം അന്നും ഇന്നും എപ്പോഴും ഒരുപോലെ. എന്നാൽ നമുക്ക് അങ്ങോട്ടുള്ള സ്നേഹത്തിലാണ് പലപ്പോഴും ഈ താളം വിട്ട് വിട്ടുള്ളത്. ദൈവം അത് വളരെയധികം വേദനയോടുകൂടിയാണത് അത് പറയുന്നത്. സർവീസിലുള്ള സഭയോട് ദൈവം മറ്റൊരു കാര്യം പറയും. അത് 3-ാമത്തെ അധ്യായത്തില് സഭ 3-ാം അധ്യായത്തിലെ ആദ്യമാണ് സഭയുടെ ദൂതന് എഴുതുക. ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. അവിടെ നമ്മൾ കാണുന്നത് ഇവരുടെ വിശ്വാസത്തിനൊന്നും കുഴപ്പം വന്നിട്ടില്ല. അവരുടെ വിശ്വാസ പ്രമാണത്തിന് ഒരു കുഴപ്പം വന്നിട്ടില്ല. നല്ല പ്രവൃത്തിയുണ്ട്. ഞാൻ എന്റെ പ്രവൃത്തി അറിയുന്നു. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്, നീ ചാവാറായിരിക്കുക. ആകുന്ന പ്രവൃത്തികളാണ് ചെയ്യുന്നത് അവരോട് പറയുന്നത്. അത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആരംഭിച്ച ആ വലിയ ആവേശം, ആ ദൈവസ്നേഹം, ആ വിശ്വാസം, ആ പ്രമാണങ്ങൾ വിട്ടുകളയാതെ കണ്ട് ജീവിതാന്ത്യം വരെ കൊണ്ടുപോകാനാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. പൗലോസിന്റെ ജീവിതത്തിന്റെ അവസാനം താൻ പറയുന്നത് എന്താണ്? 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. I have fought a good fight. ഞാൻ നല്ല പോർ പൊരുതി.
ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. 3 കാര്യം. ആ 3 വിലപ്പെട്ട ചില സ്റ്റേറ്റ്മെന്റുകൾ. ഞാൻ ഓട്ടം തികച്ചു, ഐ ഫിനിഷ്. ഈ കഴിഞ്ഞ 30 വർഷക്കാലം ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ ഞാൻ കടന്നുപോയി. തടവിലാക്കപ്പെട്ടു, കപ്പൽച്ഛേദം വന്നു, അടിക്കപ്പെട്ടു, ജയിലിൽ പോയി, എല്ലാം സംഭവിച്ചു. പക്ഷെങ്കിൽ ഇന്ന് എനിക്ക് പറയാനുള്ളത് പൗലോസ് പറയുക, ഐ ഹാവ് ഫിനിഷ്ഡ് മൈ കോഴ്സ്. ദൈവം എന്നെ ഏൽപ്പിച്ച ഡെമസ്കോസിൽ പടിവാദത്തിൽ വെച്ച് ദൈവം എന്നെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം ഞാൻ അത് പരിപൂർണമായിട്ട് 99% അല്ല 100% ഞാൻ ചെയ്തു. ഞാൻ ഓട്ടം തികച്ചു. ഞാൻ നല്ല പോര്. എന്താണ് ഈ നല്ല പോരിന്റെ പ്രത്യേകത? ബിക്കോസ് ഹി വാസ് നോട്ട് ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് മെൻ. തനിക്ക് ഒരുപാട് എതിർപ്പുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അധികാരികളുടെ എതിർപ്പ് വന്നിട്ടുണ്ട്. കൂട്ടു സഹോദരന്മാരുടെ ആപത്ത് അനുഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ താൻ കടന്നു പോയപ്പോൾ അവരോട് ആരോടും താൻ യുദ്ധം ചെയ്തില്ല. തന്റെ യുദ്ധം ആരോടായിരുന്നു? ജഡം, ലോകം, പിശാച്. ഇവരോടായിരുന്നു പൗലോസിന്റെ യുദ്ധം. അതുകൊണ്ടാണ് ആ യുദ്ധത്തിൽ താൻ അവസാനം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനായിട്ട് സാധിക്കും. നമ്മൾക്കും ഉള്ള എതിർപ്പുകള്, എതിരികള്, ശത്രുക്കള് മനുഷ്യരാജ്യത്തുണ്ട്. മനുഷ്യർ നമ്മളെ വേദനിപ്പിക്കും. പക്ഷെ അവർ നമ്മൾ ശത്രുക്കളാകത്തില്ല, ആകാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ ഓട്ടം നമ്മുടെ യുദ്ധം നല്ല യുദ്ധമായിട്ട് മുമ്പോട്ട് പോകണം. ലോകത്തോടും ജഡത്തോടും സാത്താനോടും യുദ്ധം ചെയ്തുകൊണ്ട് മറ്റൊന്നിനോട് നമ്മൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യം. എന്താണെന്ന് അറിയാമോ? നമ്മുടെ സമയം. Fight against the time that God has given to you. സമയം നിർണയിക്കപ്പെട്ട സമയമാണ് ദൈവം നമുക്ക് ഓരോരുത്തരും തന്നിരിക്കുന്നത്. നമുക്കത് അറിയാൻ വയ്യാന്നില്ല. പോലെ. എന്നാൽ ആ സമയത്തോട് നാം മല്ലിടണം. ഇത് ഓരോ ദിവസവും കൊഴിഞ്ഞു പോകുന്നു. അതുകൊണ്ട് അതിനോട് മല്ലിട്ട് ആ സമയം, അവശേഷിക്കുന്ന സമയത്തെ പ്രയോജനപ്പെടുത്തി മുമ്പോട്ട് പോകാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുമെന്ന് പൗലോസോട് ചോദിക്കുക, പൗലോസേ, നീ നിന്റെ ജീവിത രഹസ്യം എന്തായി? നല്ല പോർ പൊരുതു, നീ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതി അടക്കിക്കാൻ എനിക്കായിട്ട് വെച്ചിരിക്കുന്നു നീ പറയാൻ തക്കവണ്ണം നിനക്ക് നിന്റെ ജീവിതത്തിന്റെ രഹസ്യം ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസ് അതിന് മറുപടി 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു. അതിന്റെ പൗലോസിന്റെ ഇഷ്ടപുസ്തകനായ തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ അത് പറയുകയാണ്, മകനെ, എന്റെ ജീവിതം അവസാനിച്ചു, ഞാൻ നല്ല ഓട്ടമൊക്കെ ഓടി തീർത്തു, ഞാൻ പോകാം. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, നീ ഇതുപോലെ വേണം അവസാനിപ്പിക്കണം. ഞാൻ അവസാനിപ്പിക്കാൻ ഇങ്ങനെ സാധിച്ചെങ്കിൽ അതിന് രഹസ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ട് ഞാൻ പോകും. എന്നിട്ട് പറയുന്ന വാക്യമാണ് ഈ 2 തീമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കാൻ ശ്രമിക്കാം. 3 കാര്യം കൂടെ കാണാൻ സാധിക്കും. ഒന്ന്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസ്താവിക്കുക. ഇന്ന് വചനത്തെ കോട്ടിക്കളയുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം മോനെ തീമോഥെയോസേ, നമ്മളോട് കർത്താവ് പറയുന്നത്. 2-ാമത്തെ കാര്യം, ലജ്ജിപ്പാൻ വകയില്ലാത്തവനായിട്ട് ജീവിക്കണം. ആർക്ക് ലജ്ജിക്കാൻ? ദൈവത്തിന് എന്റെ ജീവിതത്തെ നോക്കി ദൈവം ലജ്ജിക്കാൻ പാടില്ല. ദൈവം എനിക്ക് തന്ന ആ ശുശ്രൂഷ ചെയ്യുന്നതിൽ ഞാൻ ലജ്ജിക്കാൻ പാടില്ല. 2 കാര്യം. ദൈവത്തിന് എന്നെ നോക്കുമ്പോൾ എന്റെ ജീവിതത്തെ കണ്ടിട്ട് ദൈവം ലജ്ജിക്കാൻ പാടില്ല. 2-ാമത്തെ കാര്യം, ദൈവം എന്നെ ഏൽപ്പിച്ച ആ ശുശ്രൂഷയിൽ ഞാൻ ലജ്ജയോടുകൂടി ചെയ്യാൻ പാടില്ല.
I am not ashamed of the gospel of the Lord Jesus Christ, because it is the power of God unto salvation for anyone who believes. എനിക്ക് ലജ്ജയില്ല, പൗലോസിന് ലജ്ജയില്ല. നമുക്ക് ലജ്ജയുണ്ടോ? ബൈബിൾ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഓപ്പൺ ചെയ്തതിനു വേണ്ടി ഒക്കെ പോകുമ്പോൾ വിളിക്കുമ്പോൾ നമുക്ക് പോകാനൊക്കെ ലജ്ജയുണ്ടോ? നമ്മൾ തന്നെ ചോദിക്കുക. ദൈവത്തിന് നമ്മെക്കുറിച്ച് ലജ്ജിക്കാൻ വകയുണ്ടാകാൻ പാടില്ല. നമുക്ക് ദൈവം ഏൽപ്പിച്ചു തന്ന ആ ശുശ്രൂഷ ചെയ്യുന്നതിൽ നമുക്ക് ലജ്ജ ഉണ്ടാകാനായിട്ട് പാടില്ല. നമുക്ക് നമ്മോട് തന്നെ ലജ്ജ ഉണ്ടാകാൻ പാടില്ല. അയ്യോ, ഞാൻ ഇത്ര മണ്ടത്തരം, ഞാൻ ഇത്ര ഭോജനാണ്, ലജ്ജയാണ്. നമുക്ക് നമ്മോട് തന്നെ ലജ്ജ ഉണ്ടാകാനായിട്ട് പാടില്ല. നമ്മുടെ കുടുംബവും നമ്മുടെ സഭകളും നമ്മെ ഓർത്ത് ലജ്ജിക്കാനും പാടില്ല. അതാണ് ലജ്ജിക്കാത്ത വേലക്കാരൻ പറയാൻ പറ്റുന്ന കാര്യം. ലജ്ജിപ്പാൻ വകയില്ലാത്ത വേലക്കാരൻ പൗലോസ്. നമുക്കും അത് ഏറ്റുപിടിക്കാം. പിന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യം, അവിടെ കാണുന്നത് ദൈവത്തിന് കൊള്ളാവുന്നു. ദൈവത്തിന് കൊള്ളാവുന്നു. അപ്രൂവ്ഡ് ബൈ ഗോഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്. ദൈവത്തിന് കൊള്ളാവുന്നവനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മെ കൃപയും കാക്കുകയും കൃപയും ഒഴിഞ്ഞ് നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാതെ പ്രാപ്തിപ്പെടുത്തുകയും. 3 കാര്യങ്ങളാണ് വിജയപ്രദമായിട്ടുള്ള നമ്മുടെ ജീവിതം. വെൽ ബിഗൺ ബട്ട് ഓൾസോ വെൽ ഫിനിഷ്. നല്ല രീതിയിൽ ജീവിതം അവസാനിപ്പിക്കാനുള്ള 3 കാര്യമാണ് പൗലോസ് പറഞ്ഞത്. എന്താണ്? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. ആ പ്രസംഗത്തിൽ യുവത്തി കാണിക്കാൻ വേണം. രക്ഷിപ്പാൻ വകയില്ലാത്തവനായിട്ട് നിൽക്കണം. ദൈവത്തിന് കൊള്ളാവുന്നവനായിട്ട് നിൽക്കണം. ഈ 3 കാര്യം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഏൽപ്പിച്ച വേല നന്നായിട്ട് ചെയ്തിട്ട് വിളിക്കുമ്പോൾ അങ്ങ് പോകാനായിട്ട്. 1945 3 വ്യക്തികൾ സുവിശേഷ വേലയായി. ഒന്ന് ബ്രോൺ ക്ലിഫോർഡ് എന്ന് പറഞ്ഞ ഒരു അമേരിക്കക്കാരൻ. രണ്ടാമത് ചാൾസ് ടെമ്പിൾട്ടൺ എന്ന് പറഞ്ഞ മറ്റൊരു ഇംഗ്ലണ്ടുകാരൻ. മൂന്നാമത് ബില്ലിഗ്രഹാം. ഇവർ 3 പേരും ശുശ്രൂഷ ആരംഭിക്കുന്നത് 1945. 48 ചാൾസ് ടെമ്പിൾട്ടൺ അദ്ദേഹം ഒരു നാസ്തികനായിട്ട് മാറി. ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു. എന്നിട്ട് താൻ ഒരു പുസ്തകം ഫെയർവെൽ ടു ഗോഡ്. ദൈവമേ സലാം. ആരാ? 3 വർഷത്തിന് മുമ്പ് ബില്ലിഗ്രഹാമിനോട് ചേർന്ന് പ്രവർത്തനം ആരംഭിച്ച വലിയ ഒരു പ്രാസംഗിക കാര്യം ഞാൻ പറയുന്നത്. 1954 ബ്രോൺ ക്ലിഫോർഡ് ഒരു മദ്യപാനിയായിട്ട് മാറി. എല്ലാം തകർന്ന് അവനെ അടക്കുന്നതിന് വേണ്ടിയുള്ള ശവപ്പെട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി കളക്ഷൻ എടുത്താണ് അവനെ അടക്കിയത്. ബില്ലിഗ്രഹാം 99 വയസ്സിൽ 1918 ഫെബ്രുവരി മാസം 21 ദൈവസന്നിധിയിലേക്ക് ചേർന്നു. അംഗീകരിക്കപ്പെട്ട ഒരു ജീവിതം. ലോകമെമ്പാടും ദൈവത്തിന് വചനം വിളിച്ചു പറഞ്ഞ ആ മനുഷ്യൻ, ദൈവം ആദരിച്ച ഒരു മനുഷ്യൻ. 3 started together, but 2 fell in between. ഒരാൾ അവിടേക്ക് പോയി. ബില്ലിഗ്രഹാമിന്റെ ആ ശവസംസ്കാര ശുശ്രൂഷയിൽ പ്രസംഗിച്ചത് തന്റെ മകനാണ് ഫ്രാങ്ക്ലിൻ ഗ്രഹാം. അദ്ദേഹം ഒരു കാര്യം, "You have seen my dad on the TV screen. You have seen my dad in the stadiums of the world. We have seen him in our home. All the same." സ്ക്രീനിൽ കണ്ട ബില്ലിഗ്രഹാം, സ്റ്റേഡിയത്തിൽ പ്രസംഗിച്ച് കേട്ട ആ ബില്ലിഗ്രഹാമാണ് വീട്ടിൽ ഞങ്ങളോട് ഇടപെട്ട ഞങ്ങളുടെ ഡാഡി. ഒരേ വ്യക്തിത്വം. The integrity of that person. അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മെ ആകർഷിക്കേണ്ടത്, നമ്മെ ധൈര്യപ്പെടുത്തേണ്ടത്.
നമ്മെ നടത്തേണ്ടത് ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കുന്നതാകട്ടെ. വെൽ ബിഗൺ ഈസ് നോട്ട് ഹാഫ് ഡൺ. വെൽ ബിഗൺ ഷുഡ് ലീഡ് ടു എ വെൽ ഫിനിഷ്ഡ് എക്സ്പീരിയൻസ്. അതിനുവേണ്ടിയും നമുക്ക് ആവശ്യമുള്ള ദൈവത്തിന്